ഏത് യൂണിയനാണെങ്കിലും ഈ സമ്പ്രദായം നിർത്താൻ നേരമായില്ലേ? ലോഡ് ഇറക്കാൻ പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതിലേതെങ്കിലും സ്വീകരിക്കാൻ പൊതുജനത്തതിനെയും പുതിയ സംരംഭകർക്കും തിരഞ്ഞെടുക്കാനുള്ള സ്വാഭാവിക സാഹചര്യം ഉണ്ടാക്കണം. ഇന്ന് 10 സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ ചെയ്യുന്ന ജോലി ഒരു കമ്പ്യൂട്ടർ ചെയ്യുന്നുണ്ട്. 5 ഓഫീസ് സ്റ്റാഫ് ചെയ്യുന്ന ജോലി ഒരു കമ്പ്യൂട്ടറും ഒരു സ്റ്റാഫും ഉണ്ടെങ്കിൽ ചെയ്തു തീർക്കാൻ പറ്റും. അങ്ങനെയുള്ളപ്പോ ഈ നൂറ്റാണ്ടിന് തന്നെ നാണക്കേടുന്ന പോലെയാണ് ഇതുപോലുള്ള സംഭവവികാസങ്ങൾ. ലോകം വളരുകയാണ്. അതിനൊത്തു വളരുന്ന നാടുകളിലേക്കാണ് നമ്മുടെ യുവതലമുറ തൊഴിൽ തേടി പോകുന്നതും. അവരവിടെ പോയി രാവില്ല പാതിരയില്ലാതെ പണിയെടുത്തു കൊണ്ടുവരുന്ന പണം കൊണ്ട് സ്വന്തം നാട്ടിൽ വന്നു ഒരു വീട് വെച്ചു സമാധാനത്തോടെ താമസിക്കാനോ? 10 പേർക്ക് ജോലി കൊടുക്കുന്നതോടൊപ്പം മാന്യമായ ഒരു ഉപജീവന മാർഗം കൂടി കണ്ടെത്താൻ ഒരു സ്ഥാപനം തുടങ്ങാനോ ഇതുപോലുള്ള പിന്തിരിപ്പൻ ആശയക്കാർ അനുവദിക്കുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ യുവതലമുറയ്ക്ക് ഇവിടത്തെ രാഷ്ട്രീയ നിയമ സംവിധാനങ്ങൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഒരു കാലഘട്ടത്തിൽ ചിലപ്പോ ഇവരെപ്പോലുള്ളവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഒരുപക്ഷേ ഇവിടത്തെ സർക്കാരുകൾക്കു ഉണ്ടായെന്നിരിക്കാം. പക്ഷേ ആ സാഹചര്യം മാറിയിരിക്കുന്നു. കേരളത്തിലേക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഒഴുക്ക് വർദ്ധിച്ചിരിക്കുന്നു. അതിനർത്ഥം ഇവിടെ വിവിധതരം തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുതന്നെയാണ്. അവരൊക്കെ മാന്യമായി തന്നെ അവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്തു ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നുമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിന്റെ പേരിലാണ് ഇതുപോലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളെ സർക്കാരുകൾ നിയമവ്യവസ്ഥിതികൾ സംരക്ഷിക്കേണ്ടത്? നാടിന്റെ മെല്ലെപോക്കിനു ഇതുപോലുള്ള ആശയങ്ങളല്ലേ വിലങ്ങുതടിയായി നിൽക്കുന്നത്? സ്വന്തം നാട്ടിൽ ജീവിച്ചു മരിക്കാനുള്ള ആഗ്രഹം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹമായിരിക്കും. പ്രത്യേകിച്ചു കേരളം പോലുള്ള ഒരു നാട്ടിൽ ജീവിച്ചു വളർന്ന ഒരാൾക്ക് അങ്ങനെയുള്ളവരെ വേറെ വഴികളൊന്നുമില്ലാതെ വഴിമുട്ടിച്ചു അന്യ നാട്ടിലേക്ക് ഓടിച്ചുവിടുന്നതിൽ ഒരു പങ്കു ഇതുപോലുള്ള പിന്തിരിപ്പൻ നയങ്ങളല്ലേ? ആളുകളല്ലേ? നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളും മാറിമാറി വരുന്ന സർക്കാരുകൾക്കും മാറിയ സാഹചര്യങ്ങളും ലോകത്തെയും തിരിച്ചറിയട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.